ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ടിൻറ്റു. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ സെൻറ്റ് മേരീസ് ചർച്ച് പനയമ്പാല ഇടവക അംഗമാണ്. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയുടെ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിനും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിനും ഞാൻ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. കറൻ്റ്ലി ഞാൻ അയർലൻഡിൽ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് സ്റ്റാഫ് നേഴ്സാണ്. ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എന്നാന്ന് വെച്ചാൽ, ഈ കൃപാസനത്തിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത് എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അവൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവൾ OET എക്സാം എഴുതാൻ പോയതും OET എക്സാം പാസ്സായതും എന്നൊക്കെ. അവൾ സാക്ഷ്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ കേൾക്കുമായിരുന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ സെയിം ഞാനും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടു. അങ്ങനെ എനിക്കും OET പാസ്സാകുവാൻ സാധിച്ചു. അങ്ങനെ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്തായിട്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ അയർലൻഡിലെ റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് ചെയ്ത് വെച്ചു. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടായിരുന്നു. എൻ്റെ OETയുടെ വാലിഡിറ്റിയും DLൻ്റെ വാലിഡിറ്റിയും ഒക്കെ ഏകദേശമൊക്കെ എക്സ്പയർ ആവാൻ പോവുകയായിരുന്നു. അപ്പം എനിക്കറിയാം, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. അതൊന്നുകൊണ്ട് മാത്രം ഞാൻ കൃപാസനത്തിൽ ഞാൻ വന്നു, ഉടമ്പടി എടുത്ത അതേ ദിവസം തന്നെ എനിക്ക് അയർലൻഡിലെ വേറെ ഹോസ്പിറ്റൽസിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂസും കോൾസും ഒക്കെ ലഭിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈശോയും മാതാവും എൻ്റെ ഉടമ്പടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അതേ മാസം തന്നെ, ഞാൻ 2024 ജൂലൈയിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് അതേ മാസം തന്നെ എനിക്ക് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത മൂലം ദൈവകൃപ ഒന്നുകൊണ്ട് മൂലം എനിക്ക് കോൺട്രാക്റ്റും വിസയും ലഭിച്ചു. എനിക്ക് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിക്കുവാൻ സാധിച്ചു. അതേ മാസം തന്നെ എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു അത്ഭുതം ഉണ്ടായത് എന്നതാണെന്ന് വെച്ചാൽ, എനിക്ക് പരിശുദ്ധ ദൈവമാതാവിനെ നേരിൽ കാണുവാൻ സാധിച്ചു. എൻ്റെ മുമ്പിൽ ഒരു 6 സെക്കൻഡ് നേരത്തേക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു. കാരണം ഞാൻ അതുപോലെ നിബന്ധനകളെല്ലാം പാലിച്ചിരുന്നു. അങ്ങനെ ഞാൻ അയർലൻഡിലേക്ക് തിരിച്ചു പോകുവാനുള്ള ആ ഒരു സമയമായപ്പോൾ ഞാൻ ഇവിടെ വന്ന് NRI ഉടമ്പടി എടുത്തു. അപ്പോൾ NRI ഉടമ്പടി എടുക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു, എനിക്ക് പരിശുദ്ധ ദൈവമാതാവിനെ ഒന്ന് കയ്യിലെടുക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. കാരണം ഞാൻ ഇവിടെ കണ്ടു, പരിശുദ്ധ ദൈവമാതാവിനെ കയ്യിലെടുത്ത് കൊണ്ടുപോകുമ്പം അവരെല്ലാം ഭയങ്കര കാര്യമായിട്ട് കൊണ്ടുപോകുന്നു. അവരെല്ലാം ഭയങ്കരമായിട്ട് ബ്ലെസ്ഡ് ആണെന്നൊക്കെ അവർ വിചാരിക്കുന്നു. അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ നിന്നൊക്കെ എനിക്കത് മനസ്സിലായി. അപ്പം എനിക്കും കയ്യിലെടുക്കാൻ ആഗ്രഹം മനസ്സിൽ തോന്നിയിരുന്നു. ഞാനത് മാതാവിൻ്റെ അടുത്ത് മനസ്സിൽ പറയുകയും ചെയ്തു. അങ്ങനെ സെയിം തന്നെ എനിക്ക് മാതാവിൻ്റെ ലോട്ട് വീഴുകയും എനിക്ക് പരിശുദ്ധ ദൈവമാതാവിനെ കയ്യിലെടുക്കുവാൻ സാധിച്ചു. അപ്പം തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാൻ പോകുന്ന കാര്യം നടക്കുമെന്നും എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു. സോ അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്തിരുന്നു, എനിക്ക് കിട്ടിയ ഹോസ്പിറ്റൽ അവിടുത്തെ വർക്ക് ലൈഫ് ഇച്ചിരി സ്ട്രഗ്ലിംഗ് ആയിരിക്കും, അതുപോലെ തന്നെ എക്സാമിനേഷൻ ഇച്ചിരി സ്ട്രഗ്ലിംഗ് ആയിരിക്കും എന്ന് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനത് കാര്യമാക്കിയിരുന്നില്ല. പക്ഷേ ഞാൻ അയർലൻഡിൽ പോകുന്നതിന് മുന്നേ പരിശുദ്ധ ദൈവമാതാവ് എനിക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് എനിക്ക് മാറ്റി തന്നു എൻ്റെ എക്സാമിനേഷൻ. ഞാനിവിടെ അച്ഛൻ ധ്യാനത്തിൽ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, മാതാവ് നമുക്ക് അനുകൂലമായി ഡിപ്പാർട്ട്മെൻറ്റുകൾ മാറ്റിത്തരുമെന്ന്. അതേപോലെ തന്നെ എക്സാക്ട് എനിക്കൊരു ഹോസ്പിറ്റൽ മൊത്തത്തിൽ അങ്ങ് മാറ്റി തന്നു. എൻ്റെ ആ ഒരു പുതിയ ഹോസ്പിറ്റലിൽ എനിക്ക് മാത്രമായിരുന്നു എക്സാം വെച്ചിരുന്നത് തന്നെ. അങ്ങനെ പരിശുദ്ധ ദൈവമാതാവ് എന്നെ എൻ്റെ ജീവിതത്തിൽ ഈശോ വഴി ഒരുപാട് ഉയർത്തി. അങ്ങനെ ഞാൻ അയർലൻഡിലെത്തി ആ ഹോസ്പിറ്റലിൽ ഫസ്റ്റായിട്ട് പോകുന്ന ടൈമിൽ ഞാൻ അവിടുത്തെ എൻട്രൻസിലും അതുപോലെ തന്നെ ആ എക്സാം എടുക്കുന്ന ആ വാർഡിൻ്റെ ഫ്രണ്ടിലും ഞാൻ വിശ്വാസം പ്രഖ്യാപിച്ചു. ഞാൻ വിശുദ്ധ ഉപ്പ് ഇവിടുന്ന് കൊണ്ടുപോയി വിശുദ്ധ ഉപ്പ് ഞാൻ അവിടെ ആരും ചവിട്ടാത്തടുത്ത് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ അതൊക്കെ മൂലം എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ആ എക്സാം ക്ലിയർ ആകുവാൻ ഞാൻ സാധിച്ചു. പരിശുദ്ധ ദൈവമാതാവും ഈശോയും എന്നെ ഒരുപാട് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ വേറൊരു പ്രതിസന്ധി ഘട്ടമുണ്ടായി. അപ്പം ഞാൻ വല്ലാതെ തളർന്നു പോയിരുന്നു. അപ്പോൾ ആ സമയവും ഞാനാണെങ്കിൽ ഓൺലൈൻ ഉടമ്പടിയെ ആശ്രയിച്ചു. അപ്പം പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അപ്പോഴും അനുഭവപ്പെട്ടു. എനിക്ക് അയർലൻഡിൽ ഇരിക്കെ തന്നെ എനിക്ക് പരിശുദ്ധ ദൈവമാതാവിനെ രണ്ടാമതും കാണുവാൻ സാധിച്ചു. അപ്പം ആ സമയത്താണെങ്കിൽ എൻ്റെ കയ്യിൽ പത്രങ്ങളൊന്നുമില്ലായിരുന്നു, പത്രങ്ങളെല്ലാം തീർന്നു പോയിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അവിടെ ഇംഗ്ലീഷുകാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഓൺലൈനിൽ ഇംഗ്ലീഷ് പത്രം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഞാൻ ഒരു ദിവസം 5 വീതം എന്ന രീതിയിൽ ആഴ്ചയിൽ 25 എണ്ണം വീതം ഞാൻ എല്ലാവരിലും എത്തിക്കുവാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഞാൻ ആ പത്രം കൊടുക്കെ
ഒരു ദിവസം ഞാൻ അവിടുത്തെ ഒരു ഐറിഷുകാരിക്ക് ഈ പത്രം കൊടുക്കാനിടയായി. അപ്പം ആ വ്യക്തി എനിക്ക് തിരിച്ച് ഇവിടുത്തെ നീലത്തിരിയുടെയും പച്ചത്തിരിയുടെയും കളറിലുള്ള ചോക്ലേറ്റ് എനിക്ക് തിരിച്ച് തന്നു. അതും പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യം അറിയിച്ചാണ് എനിക്ക് അടയാളം തന്നതാണ്. സോ എനിക്ക് മനസ്സിലായി എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായാലും ഈശോയും മാതാവും എനിക്ക് എന്നെന്നും തണലായിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായി. സോ ഈ ഉടമ്പടി എടുത്ത് പിന്നെ എനിക്ക് ആത്മീയമായി നല്ല വളർച്ച ഉണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൽ തന്നെ ഈശോയോടുള്ള സ്നേഹം വർദ്ധിച്ച് വരികയായിരുന്നു. ഞാൻ ഈശോയെയും മാതാവിനെയും എല്ലാവർക്കും ഞാൻ കൊടുക്കുമായിരുന്നു. എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ മാതാവിൻ്റെ കൊച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ എപ്പോഴും ഈശോയെക്കുറിച്ച് മാതാവിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുമായിരുന്നു. ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുമായിരുന്നു. ഞാൻ എൻ്റെ വിശ്വാസം എല്ലാവരോടും ഞാൻ ഷെയർ ചെയ്തിരുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും ബൈബിള് 5 പേജ് വീതം വായിക്കുമായിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ എനിക്ക് എൻ്റെ മുമ്പിൽ കാണുന്ന സഹായം വേണ്ടിയവർക്കെല്ലാം ഞാൻ പൈസ കൊടുത്ത് ഞാൻ സഹായിച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ നാട്ടിലായിരുന്ന സമയത്തും അയർലൻഡിലായിരുന്ന സമയത്തും അവശരായി എൻ്റെ മുന്നിൽ കണ്ട അവർക്കൊക്കെ ഞാൻ ഫുഡൊക്കെ മേടിച്ച് കൊടുക്കുമായിരുന്നു. എല്ലാവർക്കും ഞാൻ ആത്മധൈര്യത്തെ ഞാൻ പകരുമായിരുന്നു. എന്നെ ഇത്രമാത്രം അനുഗ്രഹിച്ച ഇനിയും കോടാനുകോടി അനുഗ്രഹിക്കാൻ പോകുന്ന പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ ഞാൻ നേരത്തെ ഒന്നും അങ്ങനെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ ഞാൻ കുർബാനകളിലൊന്നും അങ്ങനെ പങ്കെടുക്കില്ലായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര വലിയ മാറ്റമുണ്ടായി. അതെൻ്റെ കൂടെയുള്ളവർ എൻ്റെ അടുത്ത് അത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസരിക്കുകയും അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ ഞാൻ പള്ളിയിൽ പോവുകയും ഞാൻ ശ്രമിച്ചിരുന്നു. അവിടെ അയർലൻഡിലായിരിക്കുമ്പോഴും ഞാൻ അതുപോലെ തന്നെ ചെയ്തിരുന്നു. സോ എല്ലാ ദിവസവും ഞാൻ ജപമാല അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഞാൻ ചൊല്ലിയിട്ടായിരിക്കും ഞാൻ കിടക്കുന്നത്. ഞാൻ മാക്സിമം ഞാൻ 5 എണ്ണവും ഞാൻ ചൊല്ലാൻ ശ്രമിച്ചിരുന്നു. സോ ഡെയിലി ബ്രെഡ് ഞാൻ എല്ലാ ദിവസവും കൂടുമായിരുന്നു. സോ ഞാൻ ബസ്സിലാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. സോ ആ ടൈമിലായിരിക്കും ഞാൻ ഡെയിലി ബ്രെഡ് എപ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. സോ ഓരോ ദിവസം കഴിയും തോറും എനിക്ക് ഈശോയോടുള്ള സ്നേഹം വർദ്ധിച്ച് വരികയാണ്. സോ എനിക്ക് നിങ്ങളോടെല്ലാവരോടും പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ നിബന്ധനകൾ മസ്റ്റായിട്ട് പാലിക്കുകയാണെങ്കിൽ ഈശോയും മാതാവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവിധ തളർച്ചയിലും താങ്ങായിട്ടുണ്ടാവും. സോ ഗോഡ് വിൽ ബ്ലസ് യു ഓൾ. സോ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രേസ്. ഞാനിപ്പം എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാണ്. സോ അങ്ങനെ എനിക്കാണെങ്കിൽ ഈ ഉടമ്പടി വഴി എനിക്ക് അയർലൻഡിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് എനിക്ക് HSCയിൽ ജോലി ലഭിച്ചു. അതുപോലെ തന്നെ ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ വഴിയും മാതാവ് വഴി എനിക്ക് ലഭിച്ചു. താങ്ക് യു. അവിടുന്ന് എൻ്റെ സഹായകനാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. സങ്കീർത്തനം 63, 7, 8 വചനങ്ങളാണ്. അവിടുത്തെ ചിറകിൻ കീഴിൽ ഉടമ്പടി മക്കൾക്ക് എപ്പോഴും സംരക്ഷണവും കരുതലുമുണ്ട്. അവിടുത്തെ വലത് കൈയാണ് നമ്മെ താങ്ങി നിർത്തുന്നത്. ജീവിതത്തിൽ ചില നിമിഷങ്ങളിൽ നമുക്ക് തോന്നാം, ഞാൻ ഒറ്റപ്പെട്ടു പോയോ, എൻ്റെ കുടുംബ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ജോലിയില്ലായ്മയും സാമ്പത്തിക തകർച്ചകളും കടബാധ്യതകളും ഒക്കെ ആയിട്ടാവാം ഈശോയുടെയും അമ്മയുടെ സാന്നിധ്യത്തിലെത്തുന്നത്. പക്ഷേ ഉടമ്പടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്നാണ്. കൃപാസനം അമ്മ ദൈവത്തിൻ്റെ ചിറകുകളുടെ കീഴിൽ നിഴൽ പോലെ ഉടമ്പടി മക്കളെ സംരക്ഷിക്കുന്നതായിട്ടാണ് നമുക്ക് ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടമ്പടിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം അനുഭവിക്കുന്നത് ഒരു അമ്മയുടെ കരുതലും ആശ്വാസവുമാണ്. കൃപാസനം അമ്മ നമ്മെ കരം പിടിച്ചാണ് ആ ചിറകിൻ കീഴിലേക്ക്, ആ ആനന്ദത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. ടിൻഡു ഫിലിപ്പ് എന്ന മകളുടെ സാക്ഷ്യത്തിലും കൃപാസനം ഉടമ്പടിയെപ്പറ്റി, മരീൻ ഉടമ്പടിയെപ്പറ്റി കേട്ടത് സ്വന്തം കൂട്ടുകാരിയിൽ നിന്നാണ്. OET എക്സാം പാസ്സാവാനാവാതെ ബുദ്ധിമുട്ടി നിന്ന കാലത്ത് കൂട്ടുകാരി OET എക്സാം എഴുതിയ കാര്യവും ഉടമ്പടിയെ പറ്റിയുമെല്ലാം കൂട്ടുകാർ ഷെയർ ചെയ്തപ്പോൾ ടിൻഡു ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് മരീൻ ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. പിന്നീട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെയായിരുന്നു. പക്ഷെങ്കിൽ OET പാസ്സായി. ആ സമയത്താണ് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയത്. അയർലൻഡ് റിക്രൂട്ട്മെൻറ്റ് ഫ്രീസായത്. പിന്നീട് വീണ്ടും ഉടമ്പടിയിൽ വളരെ തീഷ്ണതയോടെ ടിൻഡു പ്രാർത്ഥിക്കുകയായിരുന്നു.
പിന്നീട് വന്ന് ഉടമ്പടി പുതുക്കുകയും ഉടമ്പടി എടുത്ത അതേ ദിവസം തന്നെയാണ് അയർലൻഡിൽ നിന്ന് കോൾ വന്നത്. അപ്പോഴും ടിൻറ്റുവിന് മനസ്സിലായി ഈശോയും അമ്മയും എൻ്റെ കൂടെയുണ്ട് എന്ന്. അന്നേ ദിവസം തന്നെ കോൾ വരികയും അതേ മാസം തന്നെ കോൺട്രാക്റ്റും വിസയും ലഭിക്കാൻ സാധിക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്ത ഫസ്റ്റ് മന്ത് ഇറ്റ് സെൽഫ്. ആ മാസം തന്നെയാണ് ഉടമ്പടി എടുത്ത ഉടനെ അച്ഛൻ്റെ ബ്ലെസ്സിങ്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും കിട്ടി. പിന്നീട് ആഗ്രഹപ്രകാരം NRIയിലേക്ക് മാറ്റി ഉടമ്പടി. പിന്നീട് ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും പാലിച്ചാണ് ഈ മകൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെയാണ് അയർലൻഡിലേക്ക് പോകുന്നതും. അവിടെ എക്സാം എല്ലാം ഡിഫിക്കൽട്ടാണെന്ന് കൂട്ടുകാർ പറഞ്ഞത്. പക്ഷേങ്കിൽ ടിൻറ്റുവിനെ സംബന്ധിച്ച് ടിൻറ്റു മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് ഹോസ്പിറ്റലാണ് കിട്ടിയത്. അവിടെ എക്സാമിന് പോയപ്പോൾ നേർച്ച വസ്തുക്കളായ ഉടമ്പടി കാശുരൂപം, മഞ്ചരിച്ച് ഉപ്പുമൊക്കെയായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പോയത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാവും ഒരുപക്ഷെ ഈ മകളുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തുകയും ഇൻ്റർവ്യൂ ആ എക്സാം നല്ല ക്ലിയറാക്കാൻ സാധിക്കുകയും പെട്ടെന്ന് തന്നെ രജിസ്റ്റേർഡ് നഴ്സായി, അസിസ്റ്റൻറ്റ് സ്റ്റാഫ് നഴ്സായിട്ട് അവിടെ തന്നെ ഹോസ്പിറ്റലിൽ അയർലൻഡിൽ ജോലി ലഭിക്കുകയും ചെയ്തത്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അമ്മ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു നിഴൽ പോലെയും അമ്മ മാതാവ് തന്നെ ഈ മകൾക്ക് ആ സാന്നിധ്യം മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഉടമ്പടിയിൽ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ സാന്നിധ്യം നമുക്കൊരു ഉറപ്പാണ്. ഉടമ്പടിയിലായിരുന്നുകൊണ്ടാണ് ഈ മകൾക്കും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ഉടമ്പടി നിബന്ധനകളായ നേർച്ച വസ്തുക്കൾ, ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം പറ്റാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുകയും ബൈബിൾ വായിക്കുകയും പണ്ടുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ഉടമ്പടിയിൽ വന്നതിൽ കൂടുതൽ വിശ്വാസത്തിൽ കൂടുതൽ വളരുവാൻ സാധിക്കുകയൊക്കെ ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും കൃപാസനം അമ്മ നമ്മുടെ ചിറകുകളിൽ നമ്മെ നിഴല് പോലെ കാത്തുരക്ഷിക്കുന്ന അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഉടമ്പടിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം അനുഭവിക്കുന്നത് ഒരമ്മയുടെ കരുതലും ആ ആശ്വാസവും നമുക്കും അനുഭവിക്കാനായിട്ട് ഉള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടി മക്കളെ ദൈവം വലതുകൈ കൊണ്ട് താങ്ങുന്ന ഒരു ദൈവമാണ്. ഉടമ്പടിയിൽ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും ടിൻറ്റു ഫിലിപ്പിനും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് അവൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.